എങ്ങനെയാണ് പ്രമോദ് മാഷ് 7ാം ക്ലാസ്സിലെ കുട്ടികളെ CPR ട്രെയിനിങ് പ്രാക്ടിക്കലായി ചെയ്യിപ്പിക്കുന്നത്? ട്രെയിനിങ് ഹൃദയം നിലച്ചാൽ ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡാണ്. ഹൃദയം നിലച്ചാൽ ഏതാനും നിമിഷങ്ങൾക്കകം തലച്ചോറിലേക്കുള്ള രക്തോട്ടം നിലയ്ക്കുകയും തലച്ചോറിന് ക്ഷത സംഭവിക്കുകയും ചെയ്യും. ഇത്തരം സാഹചര്യം ഉണ്ടാവാതിരിക്കാനാണ് CPR ട്രെയിനിങ് പഠിപ്പിക്കുന്നത്. ഇത് പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ ഓരോ കുട്ടിയും അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ബോധവാന്മാരാകുന്നു. പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ ഒരിക്കലും മറക്കുകയില്ല. അതുപോലെ CPR ഒരു പ്രധാനപ്പെട്ട ഫസ്റ്റ് എയ്ഡാണ്. ഹൃദയം നിലക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും ജീവിതത്തിൽ ഒരിക്കലും ഇത് മറക്കില്ല. എണീക്കണില്ല. ശ്വാസം എടുക്കണ്ടോ നോക്കാം. പൾസ് നോക്കുക. ഒക്കെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. അതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പൾസ് കിട്ടില്ലെങ്കിൽ പൾസ് കിട്ടില്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ഹൃദയം നിലച്ചു പോകും. അപ്പൊ ഇനി എന്താ ചെയ്യാ? CPR ചെയ്യും. CPRന്റെ 2 ഘട്ടങ്ങളാണ് അല്ലേ? ഏതൊക്കെ ഘട്ട? ചെസ്റ്റ് കംപ്രഷൻ അല്ലേ? രണ്ടാമത് ബ്രീത്ത്, റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കല് അല്ലേ? ഓക്കെ, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഇങ്ങനെ ചെയ്യണമെന്ന്? ചെസ്റ്റ് നെഞ്ഞു കൂടിച്ചേർന്ന ഭാഗം കണ്ടെത്തിയിട്ട് അതിന് ഇപ്പുറത്തായിട്ടാണ് വെക്കുക കേട്ടോ. അങ്ങനെ കൈ വെക്കുമ്പോൾ ശ്രദ്ധിക്കും. കൈ മടങ്ങിയിട്ടല്ല ചെയ്യാം. ഒരിക്കലും കൈ മടക്കിയിട്ടല്ല ചെയ്യാം. ഈ ഉയരമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല. അതിന്റെ കൈ സ്ട്രൈറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ശരിക്കും നല്ല അമരണം. ഇപ്പൊ നമ്മൾ ഡെമോ കാണിക്കാൻ കൊണ്ട് കുറച്ച് മതി. ശരിക്കും 2 ഇഞ്ച് ഡെപ്തിലൊക്കെ ആണ് കേട്ടോ. ഓക്കെ, എത്ര പ്രാവശ്യം ചെയ്യണം? 30 പ്രാവശ്യം. ഒന്ന് ചെയ്യേ. 30 പ്രാവശ്യം ഒന്ന് ചെയ്യേ. 1 2 3 പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ ചെയ്യേ. നീ 30 പ്രാവശ്യം ചെയ്താൽ എന്താ ചെയ്യാ? കൃത്രിമ ശ്വാസം കൊടുക്കുക. 2 പ്രാവശ്യം കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യാം. എന്നിട്ട് എത്ര വരെ ചെയ്യണം ഇത്? ഇങ്ങനെ തുടർന്നിട്ട് എത്ര വരെ ആണോ? ഏത് വരെ ചെയ്യണ്ടേ? ആള് ശ്വാസം എടുക്കണ വരെ. അല്ലെങ്കിൽ എവിടെ വരെ? അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ എവിടേക്കെങ്കിലും